നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 5625 സമം 75 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25 എത്രയാണ്? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? റൂട്ട് ഓഫ് 5625 എത്രയാണ്? 75 ഇനി റൂട്ട് ഓഫ് 0.5625 എത്രയാണ്? 5625 റൂട്ട് 75 ആണെങ്കിൽ 0.5625 എത്രയാണ്? അപ്പോൾ ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4 സ്ഥാനമാണുള്ളത്. അപ്പോൾ നമുക്ക് റൂട്ട് എടുക്കുന്ന സമയത്ത് 2 സ്ഥാനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 75-ൽ 2 സ്ഥാനം പോയിന്റിന് ശേഷം വേണം. നമുക്ക് എങ്ങനെ എഴുതാം? 0.75. ഇനി അടുത്തത് റൂട്ട് ഓഫ് 56.25 എത്രയാണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒറ്റ സ്ഥാനം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 7.5. ഇനി എന്താണ് പറയുന്നത്? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 0.75 പ്ലസ് 7.5. 7.5 എങ്ങനെ എഴുതുക? 7 ഇവിടെ പോയിന്റുകളെല്ലാം ഒരേ രേഖയിൽ വരണം. 0.5. ഇനി ഇത് കൂട്ടുക. 5, 7, 5, 12. പോയിന്റ് ഇവിടെ ഇട്ടു. ശിഷ്ടം 1, 7, 1, 8. 8.25. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. രണ്ട് ബൈ 13, 5/6, 3/4, 9/17 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? നമ്മളെങ്ങനെയാണ് വലിയ ഭിന്നസംഖ്യ കാണുന്നത്? നമുക്ക് 2 ഭിന്നസംഖ്യകളെടുത്ത് ക്രോസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് 2/13ഉം 5/6ഉം ക്രോസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ക്രോസ് ചെയ്യുക? 2ഉം 6ഉം തമ്മിൽ ഗുണിക്കുക. എത്രയാണ്? 12. അതുപോലെ 13ഉം 5ഉം തമ്മിൽ ഗുണിക്കാം. 5, 3, 15, ശിഷ്ടം 1, 5, 1, 6, 65. അപ്പോൾ ഇതിലേതാണ് വലിയ സംഖ്യ? 12ഉം 65ഉം. വലിയ സംഖ്യ 65 അപ്പോൾ ഈ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേതാണ്? 5/6 5/6 2/13 വലുതാണ്. ഇനി അടുത്തത് നമുക്ക് 5/6ഉം 3/4 കൂടി കമ്പയർ ചെയ്യാം. 5/6ഉം 3/4 ക്രോസ് ചെയ്ത് നോക്കുക. 5 × 4 20, 6 × 3 18. 20ഉം 18 ഏതാണ് വലുത്? 20 വലുത്. അപ്പോൾ ഇവിടെയും 5/6 തന്നെയാണ് വലുത്. 5/6 3/4 വലുതാണ്. അടുത്തത് 5/6 നമുക്ക് 9/17 വലുതാണോ ചെറുതാണോ എന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 5 × 17, 7, 5, 35, ശിഷ്ടം 3, 1, 5, 5, 3, 8, 85. 6, 9, 54. 85ഉം 54ഉം ഏതാണ് വലുത്? 85 അപ്പോൾ ഇവിടെ 5/6 തന്നെയാണ് വലുത്. 5/6 9/17 വലുതാണ്. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് 5/6 വലുത് എന്ന് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻ സി, 5/6. 5 വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 5 വർഷം മുൻപത്തെ കാര്യമാണ് ആദ്യം പറയുന്നത്. 5 years before ആണ് പറയുന്നത്. അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സും. അച്ഛൻ, മകൻ. അച്ഛൻ്റെ മകൻ്റെ വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛൻ്റെ വയസ്സ് 5x എന്നും മകൻ്റെ വയസ്സ് 1x എന്നും എടുത്തൂടെ? വയസ്സുകളുടെ അനുപാതം 5:1. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 5x, മകൻ്റെ വയസ്സ് x. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ എങ്ങനെയാണ് വയസ്സുകളുടെ അവസ്ഥ എന്താണ്? 5 വർഷം കൂടി 5 കൂടി കൂട്ടുക. 5x + 5 അച്ഛൻ്റെ വയസ്സ്. മകൻ്റെ വയസ്സ് x + 5 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് ഏതാണ്? 5x + 5ഉം x + 5ഉം. ഇവയുടെ തുകയാണ് 58. 5x + 5 പ്ലസ് x + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 58 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. ഇനി ഇത് സോൾവ് ചെയ്യുക. 5xഉം xഉം 6x, 5ഉം 5ഉം 10 സമം 58. അപ്പോൾ 6x എത്രയാണ്? ഈ 10നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 58 - 10 എത്രയാണ്? 48. അപ്പോൾ 6x 48 ആണെങ്കിൽ x എത്രയാണ്? 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 48 / 6 8 ആൻസർ. അപ്പോൾ x = 8 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഏതാ? ഇപ്പോഴത്തെ മകൻ്റെ വയസ്സ് x + 5 അപ്പോൾ എക്സിന് നമുക്ക് എത്ര വാല്യൂ കിട്ടി? 8.
അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 8 + 5 എത്രയാണ്? 13. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഓപ്ഷൻ ബി 13. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 2, 5, 11, 23, 47. 2, 5, 11, 23, 47. അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 2 5 ആവാൻ എത്ര കൂട്ടി? 2 + 3. 5 11 ആവാൻ +6. 11 23 ആവാൻ +12. 23 47 ആവാൻ +24. അതായത് ഇവിടെ ഇരട്ടിയാണ് കൂട്ടി വരുന്നത്. 3ൻ്റെ ഇരട്ടി 3 × 2 6. 6 × 2 12. 12 × 2 24. ഇനി എന്ത് ചെയ്യണം? 24 × 2 എത്രയാ? 48. 48 47ൻ്റെ കൂടെ കൂട്ടാം. 47 + 48. 8 7 15. ശിഷ്ടം 1. 4 4 8 1 9. 95. ഓപ്ഷൻ സി 95 ആണ് നമ്മുടെ ആൻസർ. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നതെന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ് ഇടവേളകളിലാണ് 3 മണികൾ മുഴങ്ങുന്നത്. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അവയുടെ ലസാഗു ആണ് ചോദിക്കുന്നത്. ലസാഗു. അപ്പോൾ 6 8 12ൻ്റെ ലസാഗു എത്രയാണ്? നമുക്ക് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 2 3 6, 8 4 3 12. ഇത് 2 കൊണ്ട് പോകും. 1 2 2, 4 2 8, 2 2 4. പിന്നെയും 2 കൊണ്ട് ഹരിക്കാം. 1 2 2 4 1. കഴിഞ്ഞില്ലേ? ഇനി ഇതെല്ലാം കൂടി ഗുണിക്കാം. 3 × 2 × 2 × 2. 3 2 6, 6 2 12, 12 2 24 സെക്കൻഡ്. 24 സെക്കൻഡ് കഴിയുമ്പോഴാണ് 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്. ഓപ്ഷൻ എ 24 സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. ഒരു കോഡ് ഭാഷയിൽ ടൈമിനെ GRNV എന്നെഴുതാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് ബുക്കിനെ എങ്ങനെ എഴുതാം? ടൈമിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? TIME. എങ്ങനെ എഴുതിയിരിക്കുന്നു? GRNV. അപ്പോൾ ഇവിടെ ആൽഫബറ്റ് വിത്ത് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് A to Z വരെയുള്ള നമ്പറും മുകളിൽ കൊടുത്തിരിക്കുന്നത് Z to A വരെയുള്ള നമ്പറോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ടൈം ടിയുടെ നമ്പർ എത്ര? മുൻപിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടിയുടെ നമ്പർ 20. പിറകിൽ നിന്ന് 20 വരുന്ന ലെറ്റർ ഏതാണ്? G ആണ് അല്ലേ? ഇവിടെ പിറകിൽ നിന്ന് 20 വരുന്നത് G ആണ്. ആ G ഇവിടെ എഴുതി. ഐയുടെ നമ്പർ മുന്നിൽ നിന്ന് 9. പിറകിൽ നിന്ന് 9 വരുന്നത് ഏതാ? R ഇവിടെ എഴുതി. എമ്മിൻ്റെ നമ്പർ മുമ്പിൽ നിന്ന് 13. പിറകിൽ നിന്ന് 13 വരുന്ന ലെറ്റർ N ഇവിടെ എഴുതി. ഇയുടെ നമ്പർ മുമ്പിൽ നിന്ന് 5. പിറകിൽ നിന്ന് 5 വരുന്ന ലെറ്റർ ഏതാണ്? V. അങ്ങനെയാണ് ഈ കോഡ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബുക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? BOOK. ബിയുടെ നമ്പർ മുമ്പിൽ നിന്ന് 2. പിറകിൽ നിന്ന് 2 വരുന്നത് ഏതാണ്? Y. അപ്പോൾ Y ആണ് എഴുതുക. എല്ലാ ഓപ്ഷൻസും വൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഓൻ്റെ നമ്പർ മുമ്പിൽ നിന്ന് എത്രയാണ്? 15. പിറകിൽ നിന്ന് 15 വരുന്ന ലെറ്റർ L. എഗെയിൻ O വരുമ്പോൾ L വരും. K മുമ്പിൽ നിന്ന് വരുന്ന നമ്പർ 11. 11 പിറകിൽ നിന്ന് വരുന്ന ലെറ്റർ ഏതാണ്? P. അപ്പോൾ YLLP ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി YLLP. 12 + 6 ഹരിക്കണം 2 × 3 - 4നെ ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 12 + 6 ÷ 2 × 3 - 4. അപ്പോൾ നമ്മളിതിനെ ബോർഡ് മാസ് വെച്ചാണ് ലഘൂകരിക്കേണ്ടത്. ബോർഡ് മാസ് വെച്ചിട്ട് നമുക്ക് ലഘൂകരിക്കാം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് അല്ലേ? 6/2 എത്രയാണ്? 3. 12 + 3 × 3 - 4. ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ 3 × 3 ഉണ്ട്. ഇത് എത്രയാണ്? 3 × 3 9. 12 + 9 - 4. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. 12 ഉം 9 എത്രയാണ്? 21 - 4. അഡീഷൻ കഴിഞ്ഞു. അടുത്തത് സബ്ട്രാക്ഷനാണ്. 21 4 കുറച്ച് കഴിഞ്ഞാൽ 17. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ
225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ വേഗത തന്നിരിക്കുന്നു. വേഗത എത്രയാണ്? 90 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. 90 കിലോമീറ്റർ പെർ മണിക്കൂർ. ദൂരം തന്നിരിക്കുന്നു 225 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? സമയം നമ്മൾ കാണേണ്ട സൂത്രവാക്യം എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ഇവിടെ കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ രണ്ടും സെയിം യൂണിറ്റിലാണ്. യൂണിറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സമയം ഈക്വൽ ടു ദൂരം എത്രയാണ്? 225 ബൈ 90. 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 5 5, 40 40, 4 5 20, 25 5 25, 45 ബൈ 18. വീണ്ടും 9 കൊണ്ട് പോകും. 2 9 18, 5 9 45, 5 ബൈ 2 എന്ന് കിട്ടി. 5 ബൈ 2 നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 2 2 4 ശിഷ്ടം 1. അതായത് ആൻസർ എത്രയാണ്? 2 ശിഷ്ടം 1 ബൈ 2 അവർന്ന് കിട്ടും. 2.5 മണിക്കൂറാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട് ബുക്കുകളും ഉണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര? 24 പേനകളുണ്ട്, 36 പെൻസിലുകളുണ്ട്, 60 നോട്ടുണ്ട്. അപ്പോൾ ഇവയെ എല്ലാം ഉൾപ്പെടുത്തി പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഉസാഖ കാണാനാണ് പറയുന്നത്. ഉസാഖ. അപ്പോൾ 24, 36, 60. ഇതിൽ 3ലും പോകുന്ന നമ്പർ കൊണ്ട് ഹരിക്കാം. ഏതാണ് 3ലും പോകുന്ന നമ്പർ? 6 കൊണ്ട് പോകും. 4 6 24, 6 6 36, 10. ഇനി ഇതിൽ 3ലും പോകുന്ന നമ്പർ ഉണ്ട്. 2 കൊണ്ട് പോകും ഇല്ലേ? 2 2 4, 3 2 6, 5 2 10. ഇനി ഇതിൽ 3ലും പോകുന്ന നമ്പർ ഇല്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുക. ഉസാഖ എന്ന് പറയുന്നത് ഈ 2 നമ്പർ ഗുണിച്ച് കിട്ടുന്നതാണ്. 6 × 2 12 നമ്മുടെ ഉസാഖ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിലെ ഒറ്റയാൻ ഏതാണ്? 16 36 64 81 125. 16 36 64 81 125. 16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. 36 6 സ്ക്വയർ, 64 8 സ്ക്വയർ, 81 9 സ്ക്വയർ. പക്ഷേ ഈ 125 എന്താണ്? 5 ക്യൂബാണ്. ഇത് സ്ക്വയർ അല്ല. അപ്പോൾ ഇതൊന്ന് മാത്രം ക്യൂബും ബാക്കിയൊക്കെയും സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒറ്റയാൻ ആരാണ്? 125. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.